ഹായ് ഫ്രണ്ട്സ്, PSC ഇൻഫോ വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പതിവ് പോലെ തന്നെ LDC അതുപോലെ LGS പരീക്ഷകൾക്ക് മുന്നോടിയായിട്ടുള്ള കുറച്ച് മാതൃക ക്വസ്റ്റ്യൻസ് ആണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഒന്നാമത്തെ ചോദ്യം, വിറ്റാമിൻ ഇയുടെ അപര്യാപ്തത മൂലമുണ്ടാകുന്ന രോഗം. വിറ്റാമിൻ ഇയുടെ അപര്യാപ്തത മൂലം ഉണ്ടാകുന്ന രോഗം: കണ, വന്ധ്യത, മാലക്കണ്ണ്, ഹീമോഫീലിയ. ഉത്തരം ഓപ്ഷൻ ബി, വന്ധ്യത. ഇന്ത്യയിൽ കടൽ മാർഗം കച്ചവടത്തിനെത്തിയ ആദ്യ യൂറോപ്യന്മാർ. കടൽ മാർഗം ഇന്ത്യയിൽ കച്ചവടത്തിനെത്തിയ ആദ്യ യൂറോപ്യന്മാർ: പോർച്ചുഗീസുകാർ, ബ്രിട്ടീഷുകാർ, ഫ്രഞ്ചുകാർ, ഡച്ചുകാർ. ഓപ്ഷൻ എ, പോർച്ചുഗീസുകാർ. മൂന്നാമത്തെ ചോദ്യം, ബക്സർ യുദ്ധസമയത്തെ ബംഗാളിലെ ഗവർണർ. റോബർട്ട് ക്ലൈവ്, കഴ്സൺ പ്രഭു, ഹെൻറി വാൻസിറ്റാഡ്, വാറൻ ഹേസ്റ്റിംഗ്. ഉത്തരം ഓപ്ഷൻ സി, ഹെൻറി വാൻസിറ്റാഡ്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അന്തസ്രാവി ഗ്രന്ഥി ഏത്? പിറ്റ്യൂട്ടറി ഗ്രന്ഥി, അഡ്രീനൽ ഗ്രന്ഥി, തൈറോയിഡ് ഗ്രന്ഥി, തൈമസ് ഗ്രന്ഥി. ഓപ്ഷൻ സി, തൈറോയിഡ് ഗ്രന്ഥി. അടുത്ത ചോദ്യം, ക്രിസ്തീയ കലാരൂപമായ ചവിട്ട് നാടകം കേരളത്തിൽ പ്രചരിപ്പിച്ചത് ആര്? ചവിട്ട് നാടകം കേരളത്തിൽ പ്രചരിപ്പിച്ചത് ആര്? ബ്രിട്ടീഷുകാർ, പോർച്ചുഗീസുകാർ, ഡച്ചുകാർ, ഫ്രഞ്ചുകാർ. ഓപ്ഷൻ ബി, പോർച്ചുഗീസുകാർ. ഏതു രാജ്യത്തു നിന്നാണ് ആര്യഭട്ട വിക്ഷേപിച്ചത്? ആര്യഭട്ട ഏത് രാജ്യത്തു നിന്നാണ് വിക്ഷേപിച്ചത്? ലാത്വിയ, ലിത്വാനിയ, റഷ്യ, ഖസാക്കിസ്ഥാൻ. ഉത്തരം ഓപ്ഷൻ ഡി, ഖസാക്കിസ്ഥാൻ. എമർജൻസി പവർ എന്ന ആശയം ഇന്ത്യയിൽ നടപ്പാക്കിയ ഏത് ആക്റ്റിൽ നിന്നാണ് എടുത്തിട്ടുള്ളത്? എമർജൻസി പവർ എന്ന ആശയം ഏത് ആക്റ്റിൽ നിന്നാണ് എടുത്തിട്ടുള്ളത്? ചാർട്ടർ ആക്ട് 1833, ഇന്ത്യൻ കൗൺസിൽ ആക്ട് 1861, ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1919, ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1935. ഓപ്ഷൻ ഡി, ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1935. പ്രൊട്ടക്ഷൻ ഓഫ് സിവിൽ റൈറ്റ് ആക്ട് എന്ന് പുനഃനാമകരണം നടത്തിയ ആർട്ടിക്കിൾ. ആർട്ടിക്കിൾ 17, ആർട്ടിക്കിൾ 14, ആർട്ടിക്കിൾ 18, ആർട്ടിക്കിൾ 22. ഉത്തരം ഓപ്ഷൻ എ, ആർട്ടിക്കിൾ 17. ലോകത്തിൽ ആദ്യമായി റോക്കറ്റ് നിർമ്മിച്ച രാജ്യം. ലോകത്തിൽ ആദ്യമായി റോക്കറ്റ് നിർമ്മിച്ച രാജ്യം: അമേരിക്ക, റഷ്യ, ചൈന, ഫ്രാൻസ്. ഉത്തരം ഓപ്ഷൻ സി, ചൈന. അടുത്ത ചോദ്യം, ഭൂപരിഷ്കരണ നിയമങ്ങൾ ഉൾക്കൊള്ളുന്ന ഭരണഘടനാ ഷെഡ്യൂൾ ഏത്? ഷെഡ്യൂൾ 9, ഷെഡ്യൂൾ 7, ഷെഡ്യൂൾ 8, ഷെഡ്യൂൾ 3. ഓപ്ഷൻ എ, ഷെഡ്യൂൾ 9. ഷെഡ്യൂൾ 9ലാണ് ഭൂപരിഷ്കരണ നിയമങ്ങൾ ഉൾപ്പെടുന്നത്. മുട്ടയുടെ മഞ്ഞക്കരുവിൽ കാണപ്പെടുന്ന വിറ്റാമിൻ. മുട്ടയുടെ മഞ്ഞക്കരുവിൽ അടങ്ങിയിരിക്കുന്ന വിറ്റാമിൻ ഏത്? വിറ്റാമിൻ സി, വിറ്റാമിൻ ഇ, വിറ്റാമിൻ കെ, വിറ്റാമിൻ എ. ഉത്തരം ഓപ്ഷൻ ബി, വിറ്റാമിൻ ഇ. അടുത്ത ചോദ്യം, 36ാം ഭേദഗതിയിലൂടെ ഇന്ത്യൻ യൂണിയനിൽ കൂട്ടിച്ചേർക്കപ്പെട്ട സംസ്ഥാനം. 36ാം ഭേദഗതിയിലൂടെ ഇന്ത്യൻ യൂണിയനിൽ കൂട്ടിച്ചേർക്കപ്പെട്ട സംസ്ഥാനം: അരുണാചൽ പ്രദേശ്, മിസോറാം, നാഗാലാൻഡ്, സിക്കിം. ഓപ്ഷൻ ഡി, സിക്കിം. ഇന്ത്യയിലെ ആദ്യത്തെ ടെസ്റ്റ് ട്യൂബ് ശിശു ആര്? ഇന്ത്യയിലെ ആദ്യത്തെ ടെസ്റ്റ് ട്യൂബ് ശിശു ബേബി ദുർഗ, ബേബി ഹർഷ, ബേബി ദിയ. ഇവരൊന്നുമല്ല. ഉത്തരം ഓപ്ഷൻ എ, ബേബി ദുർഗ. അടുത്ത ചോദ്യം, പാർലമെൻ്ററി കമ്മിറ്റികളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ ഏത്? ആർട്ടിക്കിൾ 81, ആർട്ടിക്കിൾ 105, ആർട്ടിക്കിൾ 108, ആർട്ടിക്കിൾ 79. ഓപ്ഷൻ ബി, ആർട്ടിക്കിൾ 105. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കണ്ടൽ വനങ്ങളുള്ള സംസ്ഥാനം ഏത്? ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കണ്ടൽ വനങ്ങളുള്ള സംസ്ഥാനം: മധ്യപ്രദേശ്, ഗുജറാത്ത്, പശ്ചിമ ബംഗാൾ, ആന്ധ്രാപ്രദേശ്. ഓപ്ഷൻ സി, പശ്ചിമ ബംഗാൾ. പാർലമെൻറ്റ് വിളിച്ചു ചേർക്കുന്നത് ആര്? പാർലമെൻറ്റ് വിളിച്ചു ചേർക്കുന്നത് ആര്? പ്രധാനമന്ത്രി, രാഷ്ട്രപതി, ലോക്സഭാ സ്പീക്കർ, ഉപരാഷ്ട്രപതി. ഓപ്ഷൻ ബി, രാഷ്ട്രപതി.
1905 ബംഗാൾ വിഭജനം റദ്ദാക്കിയ വൈസ്രോയി ആരായിരുന്നു? 1905 ബംഗാൾ വിഭജനം റദ്ദാക്കിയ വൈസ്രോയി കഴ്സൺ പ്രഭു, ലിട്ടൺ പ്രഭു, ഹാർഡിഞ്ച് ടു, റിപ്പൺ പ്രഭു. ഓപ്ഷൻ സി ഹാർഡിഞ്ച് ടു. വിധവകൾക്ക് വിദ്യാഭ്യാസം നൽകുന്നതിനായി ശാരദാ സദൻ സ്ഥാപിച്ചത് ആര്? ആത്മറാം പാണ്ഡുരംഗ്, രാജാറാം മോഹൻ റോയ്, കാദംബനി ഗാംഗുലി, പണ്ഡിത രമാഭായി. ഓപ്ഷൻ ഡി പണ്ഡിത രമാഭായി. ഭരണഘടനാ നിർമ്മാണ സഭ ഇന്ത്യയുടെ ഭരണഘടന അംഗീകരിച്ച തീയതി? 1950 ജനുവരി 24, 1949 നവംബർ 26, 1947 ജൂലൈ 22, 1949 ജനുവരി 26. ഓപ്ഷൻ ബി 1949 നവംബർ 26. അടുത്ത ചോദ്യം, പിടിയേരി സമ്പ്രദായവുമായി ബന്ധപ്പെട്ട നവോത്ഥാന നായകൻ. പിടിയേരി സമ്പ്രദായവുമായി ബന്ധപ്പെട്ട നവോത്ഥാന നായകൻ ശ്രീനാരായണ ഗുരു, ചാവറ കുര്യാക്കോസ് അച്ചൻ, വൈകുണ്ഠസ്വാമികൾ, തൈക്കാട് അയ്യ. ഉത്തരം ഓപ്ഷൻ ബി ചാവറ കുര്യാക്കോസ് അച്ചൻ. സാരഗ്രാഹി എന്ന പ്രസിദ്ധീകരണം ആരംഭിച്ച നവോത്ഥാന നായകൻ. സാരഗ്രാഹി എന്ന പ്രസിദ്ധീകരണം ആരംഭിച്ച നവോത്ഥാന നായകൻ വാഗ്ഭടാനന്ദൻ, സഹോദരൻ അയ്യപ്പൻ, ബ്രഹ്മാനന്ദ ശിവയോഗി, വി.ടി. ഭട്ടതിരിപ്പാട്. ഓപ്ഷൻ സി ബ്രഹ്മാനന്ദ ശിവയോഗി. അടുത്ത ചോദ്യം, കാർഷിക പുരോഗതിക്കു വേണ്ടി ജലസേചന പദ്ധതികൾ നടപ്പിലാക്കിയ ഭരണാധികാരി? അലൗദ്ദീൻ ഖിൽജി, ഫിറോസ് ഷാ തുഗ്ലക്, അക്ബർ, മുഹമ്മദ് ബിൻ തുഗ്ലക്. ഉത്തരം ഓപ്ഷൻ ബി ഫിറോസ് ഷാ തുഗ്ലക്. എത്രാമത്തെ ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് മൗലിക കടമകൾ ഭരണഘടനയിൽ കൂട്ടിച്ചേർത്തത്? 44, 53, 42, 61. ഉത്തരം ഓപ്ഷൻ എ 44. ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന വ്യവസായം. ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന വ്യവസായം ഇരുമ്പുരുക്ക്, പരുത്തി, കയർ, മൺപാത്ര നിർമ്മാണം. ഉത്തരം ഓപ്ഷൻ ബി പരുത്തി. ജനാധിപത്യത്തിൻ്റെ സൂര്യ തേജസ് എന്നറിയപ്പെടുന്ന നിയമം? മനുഷ്യാവകാശ നിയമം, വിവരാവകാശ നിയമം, സേവന അവകാശ നിയമം, ഉപഭോക്തൃ സംരക്ഷണ നിയമം. ഉത്തരം ഓപ്ഷൻ ബി വിവരാവകാശ നിയമം. അടുത്ത ചോദ്യം, കേരള സംസ്ഥാന പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ നിയമം നിലവിൽ വന്നത് എന്ന്? 2007 ഒക്ടോബർ 11, 2008 ഓഗസ്റ്റ് 5, 2007 സെപ്റ്റംബർ 11, 2007 മാർച്ച് 11. ഉത്തരം ഓപ്ഷൻ സി 2007 സെപ്റ്റംബർ 11. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.